അർദ്ധനഗ്നനായ ഫക്കീർ. ഗാന്ധിജിയെ ആ പേരിട്ട് ആദ്യം വിളിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ്. കോട്ടും സ്യൂട്ടുമിട്ട ബാരിസ്റ്റർ മോഹൻദാസിൽ നിന്ന് അർദ്ധനഗ്നനായ ഫക്കീറിലേക്കുള്ള ഗാന്ധിയുടെ പരിവർത്തനം. വിദേശ മണ്ണിൽ അങ്ങ് ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്കാരുടെ സമരശബ്ദമായി ലോകം ശ്രവിച്ച പോരാട്ട നായകനോട് ഗുരുസ്ഥാനീയനായ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടത്. ഒപ്പം ജന്മനാടിന്റെ ആത്മാവിനെ തേടിയുള്ള യാത്രകൾ നടത്തണമെന്ന ഉപദേശവും. 1915 ജനുവരിയിൽ രാജ്കോട്ടിൽ നിന്ന് ആ യാത്രകൾ ഗാന്ധി ആരംഭിച്ചു. തീവണ്ടിയുടെ 3-ാം ക്ലാസ് മുറിയുടെ മൂലക്കിരുന്നും നഗ്നപാതനായി ഗ്രാമങ്ങളിലൂടെ കാൽനടയായുമുള്ള യാത്രകൾ. മിതവാദികളായും തീവ്രവാദികളായും അകലേക്കകന്ന കോൺഗ്രസും ഹിന്ദുവും മുസ്ലിമും ഒപ്പം അനേകായിരം ജാതി സമൂഹങ്ങളായി ഇഴയെടുപ്പമില്ലാതെ നിന്ന ഇന്ത്യയും ആ യാത്രയിൽ ഗാന്ധിയിൽ ഒന്നിച്ചു.